പ്രിയ പുറകെ നോക്ക്. ആ താങ്ക് യു. ഇത് എനിക്കും പ്രിയക്കും അങ്ങനെ അതൊട്ടും അക്സെപ്റ്റബിൾ അല്ലേ. ഗോവ വന്ന മിക്കൊരു ഈ ബ്രിട്ടോസ് എന്ന് പറഞ്ഞ സ്ഥലം ഇറ്റ്സ് ഷാക്കാണ്, ഭയങ്കര പോപ്പുലർ ആണ്. ഐ പേഴ്സണലി ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ദ ബെസ്റ്റ് പ്ലേസ് ഇൻ ഗോവ, പക്ഷേ ഒരു ഐക്കോണിക് പ്ലേസ് ആണ്, എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. ഫുഡിന് മെയിൻ ആയിട്ട് കോണ്ടിനെന്റൽ ഫുഡും ഇവിടുത്തെ ക്രാബ് കേക്ക്സ് ഒക്കെ ഫേമസ് ആയിരുന്നു. സോ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പോഴും എല്ലായിടത്തും എല്ലാം ഓപ്പൺ ആണോ, ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആംബിയൻസ് ആൻഡ് എവറിത്തിങ് ഇസ് ബ്യൂട്ടിഫുൾ ആൻഡ് ഫുഡ് വാസ് റിയലി ഗുഡ്. ഇപ്പം എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഡിസേർട്ട്സും അടിപൊളിയായിരുന്നു. ഇത് ബ്രിട്ടോസ് നമ്മൾ വന്ന ഓർമ്മയുണ്ടോ പണ്ട്? ഇവിടുത്തെ ഏറ്റവും ഗോവയിലെ പോപ്പുലർ കഫേയാണ്. ആ അതൊക്കെ കഴിക്കണ്ടല്ലേ? നമുക്ക് അപ്പുറത്തെ മസാല ദോശ കഴിക്കാം. വേണ്ട, മസാല ചെയ്യാൻ ഗോവ വരണോ? എറണാകുളത്ത് കിട്ടൂല്ലോ. പ്രിയ ഒരു കാര്യം ശ്രദ്ധിച്ചോ, താഴെ നോക്ക്. വി ഓൾറെഡി ഇൻ ദ ബീച്ച്. ഇറ്റ്സ് ദ മോസ്റ്റ് ഫേമസ് ബീച്ച് ഷാക്ക് ഇൻ ഗോവ. കുടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഡാഡി വന്നിട്ടില്ലാന്ന് തോന്നുന്നല്ലേ? ഇവിടുത്തെ ഏറ്റവും ഫേമസ് ക്രാബ് കേക്ക്സ് ആണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ലോബ്സ്റ്റർ, പക്ഷെ ഇതൊന്നും എനിക്കൊന്നും ഒരു 4000 രൂപ വരും ഒരു ലോബ്സ്റ്ററിന് മിക്കവാറും. ചീസ് കേക്ക്സ് ആർ ആബ്സല്യൂട്ട്ലി ഡെലിഷ്യസ് ഓവർ ഹിയർ. ഇതൊക്കെ ഇവിടുത്തെ കേക്ക്സ് ആണ്, ഭയങ്കര ടേസ്റ്റി കേക്ക്സ് ആണ്. പിന്നെ ഒരു ഫുക്കറ്റ് വൈബാ. എങ്ങനെയുണ്ട് ഇന്റീരിയേഴ്സ്? വെരി നൈസ് നോ? അറ്റത്ത് പോയി കഴിഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ ബീച്ചിൽ സീറ്റ് കിട്ടും, പോയി നോക്കാം. ആ കൊട്ടയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. പ്രിയ റൈറ്റ് സൈഡിൽ നോക്ക്, ബൊട്ടീക്കുണ്ട് ആയിരിക്കും. ടാറ്റു ഉണ്ട്, ടാറ്റു പ്ലേസ് ഉണ്ട്, ഭയങ്കര രസമാണ്. ഇന്റീരിയേഴ്സ് കണ്ടോ? ഇത്രയും വലുതൊന്നും അല്ലായിരുന്നു പണ്ട്, ഇപ്പൊ ഭയങ്കര വലുതാ, ഭയങ്കര സെറ്റപ്പ്. വന്നിട്ടുണ്ട്, യു ഡോണ്ട് റിമെമ്പർ. ഇവിടെ എങ്ങനെയുണ്ട് സ്ഥലം? ഭയങ്കര വൈബല്ലേ? ഭയങ്കര ചില്ലാണ്. ബീച്ചാണ്, അത് കടലാണ് അവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റില്ലായിരിക്കും, ഇതൊക്കെ കടലാണ്. ഇമാജിൻ സൺസെറ്റ് ഓവർ ഹിയർ, സോ ബ്യൂട്ടിഫുൾ. ആൻഡ് അവിടെ ഒക്കെ കണ്ട, ഇതാണ് പക്ക ഗോവയുടെ ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫുൾ ലൈറ്റും ജസ്റ്റ് ടു ചിൽ. പൈസ കുറെ പൊട്ടിക്കണം, കാരണം എന്നാലും ഇവിടെ ഒക്കെ വന്ന് നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് ചീപ്പ്, കാരണം ഇറ്റ്സ് എ മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. അതുകൊണ്ട് പ്രൈസ് കുറച്ച് കൂടുതലാണ്. പക്ഷെ വെറുതെ ഒന്ന് ഇരുന്നാൽ തന്നെ ഹാപ്പി അല്ലേ? അതിൻ്റെ കൂടെ നല്ല ഫുഡോ ഡാഡി. ഡാഡിക്ക് ചിരി നിർത്താൻ വയ്യ. ഡാഡിയുടെ ആപ്പിൾ ജ്യൂസ് തന്നെ നമുക്ക് ആദ്യമേ പറയാം. പ്രിയ ഭയങ്കര കൺഫ്യൂഷൻ. സീ ഫുഡാണ് ഗോവയിൽ വന്നാൽ കഴിക്കേണ്ടത്. ആൻഡ് ആസ് യൂഷ്വൽ സീ ഫുഡ് കുറച്ച് ചിക്കിളി കൂടുതലാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു അറിയാം, കൺഫ്യൂഷൻ മാറ്റാൻ എല്ലാം ഉള്ള പ്ലാറ്റർ ഓർഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഓർഡർ ചെയ്തത് ഈ ബ്രിട്ടോസ് സീ ഫുഡ് പ്ലാറ്റർ ആണ്. അപ്പം അതിൽ മറ്റേ പ്രോൺസ് ഉണ്ട്, ക്ലാംസ് ഉണ്ട്, കലമാരി ഉണ്ട്, ക്രാബ് ഉണ്ട്, ഒരുപാട് ഫിഷ് കറി ഉണ്ട്, പ്രോൺസ് ഉണ്ട്, പ്രോൺസ് ഫ്രൈ ഉണ്ട്, കറി ഉണ്ട്, ഫിഷ് കറി ഉണ്ട്. എല്ലാത്തിനും കൂടെ കുറച്ച് റൈസ് വരും. വേദുന പാസ്ത പറഞ്ഞു. ആൻഡ് ഇനി ബാക്കി ഡെസേർട്ടും കൂടെ മതിയാവും. അപ്പോൾ എല്ലാം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാമല്ലോ, അതിനാണ് ഇത്രയും പറഞ്ഞത്. ഇതിന് ഏകദേശം 2150 റുപ്പീസാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് 2-3 പേർക്ക് ഷെയർ ചെയ്യാമല്ലോ. ഇത് ഷെയർ ചെയ്യാമെന്നാണ് പറഞ്ഞത്, പക്ഷെ അവർക്ക് എൻ്റെ കപ്പാസിറ്റി അറിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ എത്ര ആൾക്കാർക്ക് തികയെന്ന് അറിയില്ല. മിക്കവാറും വന്ന ഉടനെ അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ കിട്ടില്ല. ഈ ഒരു സന്തോഷം വീട്ടിലിരുന്ന് TV കണ്ടാ കിട്ടുമോ? എങ്ങനെയൊക്കെ വന്ന് കറങ്ങുന്നത് അല്ലേ? പ്രിയക്കാണ് വീട്ടിലിരുന്ന് നെറ്റ്ഫ്ലിക്സ് കാണാൻ എപ്പോഴും ഭയങ്കര ആഗ്രഹം. പക്ഷേ അതൊക്കെ ഉപേക്ഷിച്ചിപ്പോ യാത്ര തന്നെ അല്ലേ? യാത്ര തന്നെ. ഈ ഒരു ആംബിയൻസ് ഒരു സ്ഥലത്തും കിട്ടില്ല. ഡാഡി നമ്മള് ടേബിൾ മാറ്റി. ഇതാ സൗകര്യം. എന്താ കാരണം എന്നറിയോ? പ്ലാറ്ററേ ആ ടേബിളിൽ ഇരിക്കില്ലെന്ന്. അല്ലല്ല, വലുതാന്ന്. പ്ലാറ്റർ വലിയ പ്ലേറ്റിലാ വരുന്നത്. അപ്പൊ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് കഴിച്ചാൽ മതി കേട്ടല്ലോ. എനിക്ക് ഭയങ്കര സന്തോഷാ പ്രിയ. ടേബിൾ മാറ്, വലിയ പ്ലാറ്റർ എന്നൊക്കെ പറയുമ്പോൾ നോക്കാലോ. അതെ, അതെന്താണെന്നറിയോ? ഡാഡിക്ക് അറിയാം, ഡാഡിക്ക് കിട്ടില്ല അത്. പ്രിയ പുറകെ നോക്ക്. ആ താങ്ക് യു. ചെറുതായി പോയോ? അതായത് നമ്മുടെ ഒരു ഷിപ്പിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാ. ഷിപ്പിലെ നല്ല സീ ഫുഡ് കിട്ടിയില്ല. ഇത് മിക്സഡ് സീ ഫുഡ്, എല്ലാ സീ ഫുഡും ഉണ്ട്. സീ ഫുഡ്
ഇതില് ഇവരുടെ ഒരു ബ്രെഡ് ഉണ്ട്. ദിസ് ഇസ് ഫിഷ് കട്ട്ലെറ്റ്. ദിസ് ഇസ് റവ ഫ്രൈഡ് ഫിഷ്. ദിസ് ഇസ് प्रॉन्स. प्रॉन्स नहीं है, फिश करी है ये फिश करी है। ओके. और ये क्रैब केक्स है. ये प्रॉन्स होगा. फिश करी है, 2 फिश करी. ये राइस. ये प्रॉन्स सांबर है, हाँ. कालामारी सागोती, ओके प्रॉन्स सांबर, ओके कालामारी रिसाडो, ओके. शेल्स, श्रिम्प. शेल्स. ओके. सॉरी ये प्रॉन्स बापा। ആ एक പ്രോൺസ് है. ഓക്കെ, താങ്ക് യു. ഡാഡിയുടെ പാസ്ത, നല്ല കിടിലം പാസ്ത വന്നിട്ടുണ്ട്. ഇത് എനിക്കും പ്രിയയ്ക്കും. അങ്ങനെ അതൊട്ടും അക്സെപ്റ്റബിൾ അല്ലേ? ഡാഡിക്ക് ഞാൻ അതിൽ നിന്ന് എടുത്ത് കഴിക്കും. ഡാഡി നമ്മുടെ ഫുഡിൽ നിന്ന് എടുത്ത് കഴിക്കാൻ പോവാത്. ഉണ്ടെങ്കിലല്ലേ എടുത്ത് കഴിയാൻ പറ്റൂ. ഇപ്പൊ നോക്കിക്കോ, കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ദില്ലു മൊത്തം. അങ്ങനെ ആദ്യമേ എനിക്കൊരു ഏറ്റവും ഇഷ്ടമുള്ള ഡാഡി സീ ഫുഡ് കട്ട്ലെറ്റ് ആണ്. ഒന്ന് കഴിച്ചു നോക്കിക്കേ. കഴിച്ചു നോക്ക് എങ്ങനെ ഉണ്ടെന്ന്. ഫ്രഷ് അല്ലേ? ഹോട്ട് ക്രിസ്പി അല്ലേ? അടിപൊളിയല്ലേ സംഭവം? അടിപൊളി. ഇത് പ്രിയ വിൽ ഓൾസോ ഗോ മാഡ് ഫോർ ദിസ്. 2 ഉള്ളൂ. അത് ഡാഡി കഴിച്ചോ? ഞാനും പ്രിയ ഷെയർ ചെയ്തോളാം. ഇവരുടെ ഫിഷ് കട്ട്ലെറ്റ് ഞാൻ ലൈറ്റ് കുറവാ, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പകുതി എനിക്ക് പകുതി പ്രിയക്ക് നോക്കട്ടെ. കട്ട്ലെറ്റ് ഓ ക്രിസ്പി മാഷ്ഡ് ഫിഷ്. നല്ല എൻ്റെ അമ്മയുടെ ഉണ്ടാക്കുന്ന ഒരു കട്ട്ലെറ്റ് ടേസ്റ്റ്. ഞാൻ അമ്മേനോട് ഒരു ദിവസം കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ പറയാം. ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. ട്യൂണയാണോ നെയ്മീനാണോ എന്ന് അറിയില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റ്. വേറെ ഒന്നും പറയാനില്ല. ഇറ്റ്സ് ക്രിസ്പി, ഇറ്റ്സ് ഫ്രഷ്, ഇറ്റ്സ് ടേസ്റ്റി. ആൻഡ് ഐ ഗിവ് പ്രിയ ടു ടേസ്റ്റ്. ബേക്ക് ക്രാബ്. ഇറ്റ് ഇസ് ലൈക്ക് ഇറ്റ്സ് ചീസി. ഇറ്റ് ഇസ് ഫ്രഷ് ക്രാബ് മീറ്റ്. ഇറ്റ്സ് ലൈക്ക് ഭയങ്കര എന്താണെന്ന് അറിയില്ല. ഇവരുടെ ഈ ബേക്ക് ക്രാബ് വേറെ ലെവലാണ്. വേറെ ഒന്നുമില്ല. ഇതൊരു 50 എണ്ണം എനിക്ക് കഴിക്കാം, അത്രയും ടേസ്റ്റ് ആണ്. ഇറ്റ്സ് ജസ്റ്റ് പ്യുവർ ഗുഡ്നെസ് ഓഫ് ക്രാബ് ആൻഡ് സം ചീസ്. ആൻഡ് ചീസ് ഇസ് നോട്ട് ഓവർ പവറിംഗ് ദ ക്രാബ്. ആ ക്രാബ് ഇസ് സോ ഫ്രഷ്. ഇറ്റ്സ് ഹാർഡ്ലി കുക്ക്ഡ് ആൻഡ് ഇറ്റ്സ് ടോട്ടലി ബോൺലെസ്. So it's very easy to eat. It's absolutely wonderful. One of my favorite dishes in the whole world. ബാംഗ്ലൂരിലെ DBC എനിക്ക് എത്ര അധികം ഇഷ്ടമാണ്. അതുപോലെയാണ് ബ്രിട്ടോസിലെ ബേക്ക് ക്രാബ്. കഴിച്ചു നോക്കാടി ബേക്ക്ഡ് ക്രാബ്. പഞ്ഞിമിഠായി കഴിക്കാൻ മാതിരിയുണ്ട്. പഞ്ഞിമിഠായില്ലേ? അതിന്റെ ടേസ്റ്റാ, ആ ക്രാബിന്റെ ഫ്ലേവറാ ഭയങ്കര അല്ലേ ഡാഡി? ശരിക്കും ക്രാബിന്റെ ടേസ്റ്റ് മനസ്സിലാവും അല്ല, it is absolutely delicious. Usually I don't have crab because of the shell. Yeah. But this is full of flesh. Very true. ഡാഡി നല്ല ക്രിസ്പി ഫിഷ് ആണ്. റവ ഫ്രൈഡ് ഫിഷ്, ഗോവ സ്പെഷ്യാലിറ്റി ആണ്. നന്നായിട്ട് പ്ലാറ്റർ ആ എല്ലാം ടേസ്റ്റി ആണല്ലോ. ഇത് റവ ഫ്രൈഡ് ഫിഷ് നമ്മുടെ KFCയുടെ ഒക്കെ ഒരു 1000 times ഹെൽത്തിയർ വേർഷൻ. ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ. ജസ്റ്റ് സീ ഹൗ ക്ലീൻ ആൻഡ് വൈറ്റ് ദ ഫിഷ് ഇസ്. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഫ്രഷ്. ഇറ്റ് ഇസ് ലൈക്ക് പ്യുവർ ഫിഷി ഗുഡ്നെസ് ആണിത്. ആൻഡ് ഒന്നും ചെയ്യാനില്ല, ഇത് എടുക്കുക. ഗോ ടു ഹെവൻ. ഹെവനിലെ ഡോർവേസ് തുറന്നുകൊണ്ടിരിക്കുക നമ്മൾ ഈ ഓരോ ഫുഡും കഴിക്കും തോറും. ഓ പ്രിയ അങ്ങനെ എല്ലാ ക്രാബ് കേക്ക്സും കഴിച്ചു. നിർത്താൻ പറ്റുന്നില്ല പ്രിയക്ക്. ഞാൻ പിന്നെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലേന്ന് വിചാരിച്ച് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഒന്നുമില്ല. ഫിനിഷ് ആയോ? ഇനി അടുത്തത് ഇത് കഴിച്ചു നോക്ക്. ഇത് fishy goodness. That's all I'll say. It's like nuggets. Just eat and see how fresh the fish is. You can taste the freshness. No sauce പോലും ആവശ്യമില്ല അല്ലേ? Bread crumbs അല്ലേ? Bread crumbs അല്ല, റവയാ. റവയാണോ? ഫിഷ് എന്ത് ഫ്രഷാ. ഇതാണ് പറയുന്നത്. പഞ്ഞി പോലെ. Nothing beats good seafood. Like a marshmallow. അത്രയും സോഫ്റ്റ്. ഐഫോൺ ഉള്ളത് നന്നായി, കാരണം അതുകൊണ്ടാണ് ഇത്രയും കൂനിരുട്ടാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്ന ഐഫോണിന്റെ ഗുണമാണ്. അതുകൊണ്ട് ഞാൻ മിക്കവാറും പുതിയൊരു ഐഫോണും കൂടെ വാങ്ങുന്നതായിരിക്കും. പക്ഷെ അതിന് ഏകദേശം 1.5 ലക്ഷം രൂപയുണ്ട്. അതുകൊണ്ട് ഒന്ന് ഹോൾഡ് ചെയ്തിട്ടിരിക്കുവാണ്. ഇത് കല്ലുമ്മക്കായാണ്. അതോ കക്കറച്ചി എന്താ ഇന്ന് പറയുന്നത്?
കക്കർച്ചിയാന്ന് തോന്നുന്നത്. കക്കയിറച്ചിയല്ലേ? നോക്കട്ടെ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ, കക്കയിറച്ചിയല്ലേ? ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ചെറുത് ചെറിയ പീസസ് ആണ്. ഇത് കക്കർച്ചിയാ. വണ്ടർഫുൾ പ്രിയ, ഇറ്റ്സ് സോ ടേസ്റ്റി. ഞാൻ വിചാരിച്ചില്ല അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഐ തോട്ട് ഇറ്റ് വിൽ ബി ഭയങ്കര ഡ്രൈ ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. കല്ലുമ്മക്കായം ഭയങ്കര ടേസ്റ്റ് കേട്ടോ. വെരി ഫ്ലേവർഫുൾ. ഒരു പെപ്പർ ഫ്രൈ പോലത്തെ ഒരു ടേസ്റ്റ്. ഐ ലവ് ഇറ്റ്. സോ ഫ്രഷ്, സോ മീറ്റി. കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ട, എടുക്കുക, കഴിക്കുക, തിരിച്ചു വെക്കുക. 5 സെക്കൻഡ് ജോബേ ഉള്ളൂ. എടുക്കുക, കഴിക്കുക, തിരിച്ചു വെക്കുക. എന്ത് ക്ലീൻ ആണെന്ന് നോക്ക് പ്രിയ. എന്റെ ഷെൽസ് വേണോ? I love ചോറ് and prawns curry. കൊതിച്ചി. നമ്മള് അതെ. ഷിപ്പില് ആ പോയതിന്റെ ആ സീ ഫുഡ് കിട്ടാത്തതിന്റെ വിഷമം ഇവിടെ തീർക്കാം. അതിനു മുമ്പ് ഗോവയിൽ ഇറങ്ങിയത് നന്നായി അല്ലേ? അല്ലെങ്കിൽ ഭയങ്കര റിഗ്രറ്റ് ആയി പോയേനെ അതെ. ട്രിപ്പില്. അതെ, that calamari sitting next to you, just taste that and see. എനിക്ക് അവിടെ വരെ എത്തില്ല. ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്ക്. സ്പൈസി ആണെന്ന് തോന്നുന്നു. നമ്മൾ കാണിക്കണം, എല്ലാം കൊതിപ്പിക്കണം. ആ കണ്ടോ? ഫോക്കസ് ആയി. ഓക്കെ. അല്ലേ? വെരി സ്പൈസി. ഗോവനാണെന്ന് തോന്നുന്നു. അപ്പൊ ഡാഡിക്ക് ഒരെണ്ണം കൊടുത്ത് നോക്കിക്കേ. കുറച്ച് പിക്കിൾഡ് ഒക്കെ ഓ, ഫ്ലേവർ. അപ്പൊ ഡാഡിക്ക് ഭയങ്കര ഇഷ്ടം. കൊടുത്തേ, ഒരെണ്ണം കൊടുത്തേ. എല്ലാം ചിരട്ടയാ. നല്ല പുളി കുറച്ച് കൂടുതലുണ്ട്. പുളിയുണ്ട്, എരിവുണ്ട്, അതിനൊത്ത ഉപ്പുണ്ട്, എരിവുണ്ട്. വളരെ സോഫ്റ്റുമാണ്. പൈസ എത്ര കൊടുത്താലും വേർത്തല്ലേ ഡാഡി? ഇതേമാതിരി ഫുഡ് വേറെ കിട്ടില്ല. കിട്ടില്ല. കടലിലുള്ള എല്ലാ സാധനങ്ങളും ഉള്ളു. അതെ. ഡാഡിക്ക് പച്ചമുളക് ചവച്ചരച്ച് വെറുതെ കഴിക്കുന്ന ആളാണ്. അതെ. അതുകൊണ്ട് എത്ര എരിവുണ്ടെങ്കിലും Enjoy ചെയ്ത് കഴിക്കും. ഇല്ലാന്നേ പറയുള്ളൂ. എനിക്ക് നല്ല എരിവുണ്ട് കേട്ടോ. അപ്പൊ പ്രിയ അംഗം തുടങ്ങുവാണ്. കുറച്ച് സ്ക്വിഡ് എടുത്തു, നല്ല ചോറെടുത്തു. ഇനി നോക്കിക്കോ, എന്റെ അമ്മോ, നോക്കത് ബിഗ് പ്രോൺസ് ആൻഡ് സം. എന്താ പറയണത്? പപ്പടം കൂടെ കിട്ടണമായിരുന്നു. ഇനി അതിനും കൂടെ കുറവേ ഉള്ളൂ. ഗോവന് പപ്പടം പ്രോൺസ് കൈ കണക്കൊക്കെ നോക്കി എടുക്ക. എന്ത് ഇത്? ഡാഡിക്ക് ഒരെണ്ണം കൊടുത്തേ. ഓക്കെ, ഇനി അത് കഴിച്ചു നോക്ക് എങ്ങനെയുണ്ട്. ആ ഗ്രേവി കുറച്ചും കൂടെ ഒഴിക്കും ചോറില്. പപ്പടം കിട്ടില്ല ഇവിടെ. നോക്ക് എങ്ങനെയുണ്ടെന്ന്. എനിക്ക് ഫസ്റ്റ് ബൈറ്റ് എങ്ങനെയുണ്ടെന്ന് അറിയണം. നല്ല ചൂട്. സ്പൂൺ എടുക്കരുത്. ഇതൊക്കെ സ്പൂൺ വെച്ച് കഴിച്ചാൽ ടേസ്റ്റ് കിട്ടില്ല. ബർത്ത്ഡേ കേക്ക് ഊതുന്ന പോലെ. ഇങ്ങനെ പൊട്ടിച്ച് ഇത് മാത്രം ക്ലോസപ്പ് കാണിച്ചാൽ മതി. എന്റെ ഫേസ് ക്ലോസപ്പ് കാണിച്ചാൽ ഞാൻ തുപ്പലിറക്കി. വേണമെങ്കിൽ ഒരു സ്ക്വിഡും എടുക്കാം. വേണ്ട, മിക്സ് ആയിപ്പോ. ആദ്യം അത് മാത്രം എടുക്കുക. കണ്ണടഞ്ഞു പോയി. ഇത് ജെന്യുവൻ റിയാക്ഷൻ ആണ്. അല്ലെങ്കിൽ പ്രിയയുടെ കണ്ണ് തള്ളത്തേ ഉള്ളൂ. കണ്ണ് അടഞ്ഞു പോയാൽ എൻ്റെ അടുത്ത് പ്രിയക്ക് അത് ഭയങ്കര ഇഷ്ടമായെന്നാണ്. എനിക്ക് ഇതിനപ്പുറം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്റെ കണ്ണ് അടഞ്ഞു. അത്ര അടിപൊളിയാ, ഒന്നും പറയില്ല. എന്റെ പ്ലേറ്റ് നിങ്ങൾ കണ്ടോട്ടെ. ഞാൻ ഇത് തീർത്തുകൊണ്ടിരിക്കുവാണ്. പടയത് കഴിക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാക്കിയൊക്കെ ചിലപ്പോൾ കഴിയുമായിരിക്കും. ഞാൻ ഫുള്ളായിട്ടും ബ്രേക്ക് നിർത്താൻ പറ്റുന്നില്ല. ഈ മീൻകറിയുടെ കളർ ഉണ്ടപ്പോൾ ബ്രേക്ക് അതും കഴിക്കണം എന്ന്. ഇപ്പുറത്ത് വേറെ ഉണ്ട്, കുറെ ഉണ്ടല്ലോ. ഇവിടെ സ്ക്വിഡിന്റെ കറിയുണ്ട്, ഇവിടെ വേറെ പ്രോൺസിന്റെ കറിയുണ്ട്. ഇത് എങ്ങനെ കഴിക്കും? തീർന്നിട്ടില്ല. എന്ത് ചെയ്യാൻ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. ഇത് ഫുൾ പ്രോൺസ് ആണ്, വലിയ പീസ് ഓഫ് പ്രോൺസ് ആണ്. ഇതെനിക്ക് തോന്നുന്നു ഏതോ ഗോവൻ ടൈപ്പ് പ്രോൺസ് കറിയാണ്. അതിൻ്റെ കൂടെ ബണ്ണും കൂടെ മുക്കി കഴിക്കാം. നോക്കട്ടെ. ഒരു ഗരം മസാല ടൈപ്പ് പ്രോൺസ് ഒക്കെയാണ്. But the prawns is huge, it is juicy, it is fresh. It just literally tastes ocean. ഇപ്പോൾ അവർ പിടിച്ചുകൊണ്ട് വന്നേ ഉള്ളൂ എന്ന്. ഈ ലൈറ്റിൽ കൂടെ എനിക്ക് പുക വന്നൊക്കെ കാണാം. പക്ഷെ അതൊരു വിഷയമല്ല എനിക്ക്. ഓക്കെ, പ്രിയ ഫിഷ് കറി എടുത്ത ഏത് ഫിഷാണ്? സൈസ് ഉണ്ടോ? ബോൺലെസ് ആണോ? ചെറിയ പീസസ് ആണ്.
ഇപ്പോഴും എത്ര നേരെ വന്നിട്ട് എല്ലാരും വിചാരിക്കും പ്രിയ ചേച്ചി ഇത്രയും ചോറ് കഴിക്കണ്ടല്ലോ എന്താ ദേഹത്ത് കാണാത്തന്നല്ല. എന്താ അറിയോ, ഞാൻ റഷ്യന്ന് വന്നതിന് ശേഷം ചോറ് ഇതുവരെ കഴിച്ചിട്ടില്ല. ഇപ്പോഴാ കഴിക്കുന്നത്. റഷ്യന്ന് വന്നതിന് ശേഷം ഭയങ്കര ഡയറ്റ് ആയിരുന്നല്ലോ. ഷിപ്പിലും കഴിച്ചില്ല. അതാണ് ഈ ആക്രാന്തം. ഷിപ്പിൽ കഴിച്ചല്ലോ ബിരിയാണി. ചോറ് കഴിച്ചില്ല. ബിരിയാണി I mean, this rice. അടിപൊളിയാ. ഓ കണ്ടാലേ അറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോന്ന് തുറക്കുമ്പോ വേറെ വേറെ സർപ്രൈസസ്. ഇതെന്താ നമ്മുടെ പിടിയൊക്കെ പോലെ ആയിരിക്കും ഡാഡി. അത് നന്നായി മീൻ കറി മുക്കിക്ക്. ഓക്കെ, നീ ഒന്ന് കഴിച്ചു നോക്ക്. അയ്യോ, റെയിനി. അയ്യോ മഴ മഴ ഓടിക്കോ. ഡാഡി വേദു പാസ്ത ഫുൾ കഴിച്ച് പ്രിയ ഡെസേർട്ട് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓർഡർ ചെയ്യാൻ പോവാ. പ്രിയ കഴിക്കോ ഇല്ലയോ? പ്രിയ ഇല്ലാട്ടെ ഇവിടെ. പ്രിയ കൈ കഴുകാൻ പോയിരിക്കുകയാണ്. വേദു മാത്രമുണ്ട്. അല്ല അത് ഒരിക്കലും ഷെയർ ചെയ്യും. പക്ഷെ പ്രിയ പറഞ്ഞ ഡെസേർട്ട് കഴിക്കില്ല എന്നാണ്. ഞാൻ ഓർഡർ ചെയ്താൽ കഴിക്കുമോ? നോക്കാം. ഇതാണ് സെറാഡൂറ എന്ന് പറഞ്ഞ ഡെസേർട്ട്. ഇറ്റ് ഇസ് ആക്ച്വലി മെയ്ഡ് ഓഫ് മിൽക്ക് മെയ്ഡ്. ബ്രെഡ് ക്രംസ് ആണ് തോന്നുന്നു. മുകളിൽ അടിയിലും ബ്രെഡ് ക്രംസ് ആണ്. അല്ല സോറി, ബിസ്ക്കറ്റ് ക്രംസ് ആണ്. മുകളിലും ബിസ്ക്കറ്റ് ക്രംസ്. ഇറ്റ് ഇസ് ആബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. നിങ്ങൾ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ചോക്കോഹോളിക് ആണെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു ഡെസേർട്ടാണ്. പ്രിയ ഇത് കഴിക്കോ ഇല്ലയോ നോക്കാലോ. ഇതൊക്കെ പോട്ടെ. യു ഡോണ്ട് വാണ്ട് ഡെസേർട്ട് എന്ന് പറഞ്ഞാണ് ഫുള്ളായി പോയത്. അപ്പൊ ഇത് ഞാൻ കഴിക്കാം. ഉറപ്പല്ലേ? എന്താ സാധനം എന്നറിയത്? എന്താ സാധനം എന്നറിയത്? എന്താ? അല്ല, ഇന്നലെ കഴിച്ച സെറാഡൂറ ഗോവൻ ഡെസേർട്ട്. കുഴപ്പമില്ല, ഞാൻ കഴിക്കാം. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കണ്ടൻസ്ഡ് മിൽക്ക് ജെല്ലി വിത്ത് സം ഹോർലിക്സ് പൗഡർ അല്ല, ബിസ്ക്കറ്റ് ക്രംസ്. അതാണ് പെർഫെക്റ്റ് ഡിസ്ക്രിപ്ഷൻ. ആബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. ബിസ്ക്കറ്റ് പൗഡർ ലൈഫ് ലോങ് റിഗ്രറ്റ് വേണ്ട പ്രിയ. ഇനി എപ്പോഴാ ഗോവ വരുന്നതെന്ന് അറിയില്ല. ഇനി ബ്രിട്ടോസിൽ വന്നാൽ ഇത്രയും നല്ലത് കിട്ടുള്ളൂ. മൈ ഓഫറിംഗ് ഞാൻ പ്രപ്പോസ് ചെയ്യുന്ന പോലെ റോസിനൊക്കെ പകരം, റോസിന് പകരമാണ് ഒരു സ്പൂൺ കൊടുക്കുന്നത്. Are you accepting my proposal? This food. Yeah, for this dish. Will you Only you will propose like this. will you please marry me? പിടിക്ക്. Yes or no? Yes or no? അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ? വേർത്താണോ ബ്രിട്ടോസ്? 3500 രൂപയായി. വളരെ ചീപ്പാണ്. 3500 ഒരുപാട് ഭക്ഷണം കഴിച്ചില്ലേ? ഒരുപാട് കഴിച്ചു. സീ ഫുഡ് ആണ്. സോ എക്സ്പെൻസീവ് സീ ഫുഡ് ആണ്. അതും എല്ലാം ഫ്രഷ് ആണ്. അപ്പൊ ടോട്ടൽ ഹാപ്പി. ടോട്ടൽ വർത്ത്. പ്രിയ ഡെസേർട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടും കുറെ കഴിച്ചു. ആൻഡ് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഇനിയും ബ്രിട്ടോസി വരണം എപ്പോഴെങ്കിലും. എല്ലാം നിശബ്ദമാണ്. പിന്നെ ഇനി അടുത്ത വരണം അല്ലേ? നിങ്ങളും മറ്റേ സീ ഫുഡ് പ്ലാറ്റർ ഓർഡർ ചെയ്യാ. 4 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യണമായിരിക്കും ബെറ്റർ. എന്നിട്ട് ഞങ്ങൾക്ക് വീഡിയോ അയച്ചു തരുക. എന്നാ ഡെസേർട്ട് ഓർഡർ ചെയ്യണം. അതെ, അതിന്റെ ഇടയ്ക്ക് ഞങ്ങളെ ഓർക്കണേ. എന്റെ ഷർട്ട് എങ്ങനെയുണ്ട്? SQ കൊച്ചി. ഇതിലും ഞാനാണ്. ഇതാണ് പ്രിയയുടെ ഔട്ട്ഫിറ്റ്. പഴയ എന്റെ പിടിച്ച കാണിക്കട്ടെ. ഞാൻ എല്ലാം പറയില്ല. ഈ ഫുൾ ട്രിപ്പില് എന്റെ അടിപൊളി ബാഗ് കൂടട്ടെ. കാണിക്കുമ്പോ മര്യാദയ്ക്ക് കാണിക്കണം. ഗോവയുടെ ഒരു വൈബൊക്കെ ഇല്ലേ? അടിപൊളിയായിട്ടുണ്ട്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ രാവിലെ ആണെങ്കിൽ വെച്ചാൽ. SQ കൊച്ചി എന്നാണ് പനംപ്ലി നഗറിന്ന്. ബ്ലോക്ക് പ്രിന്റ്സ് പ്യോർ കോട്ടൺ, പെർഫെക്റ്റ് ഫോർ അവർ ഹോട്ട് വെതർ, എക്സ്ട്രീംലി കംഫർട്ടബിൾ. ഫസ്റ്റ് വാഷ് മാത്രം ഡ്രൈ ക്ലീൻ ചെയ്യുക. നിങ്ങൾ അവിടെ വിസിറ്റ് ചെയ്യുക. OHFന്റെ സബ്സ്ക്രൈബറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഡിസ്കൗണ്ട് കിട്ടിയേക്കാം. എനിക്കറിയില്ല. അതിന് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. ഒരു പെർഫെക്റ്റ് ഗോവ വൈബ് അല്ലേ ഡാഡി? അപ്പൊ ദില്ലുവിന്റെ ഷർട്ട് നല്ലതായത് കൊണ്ട് ഞാനിപ്പോ ഷോപ്പിങ്ങിന് പോവാന്ന്. പ്രിയക്ക് കോമ്പറ്റീഷൻ വേണം എന്റെ അടുത്ത്. അതുകൊണ്ടല്ല, എന്റെ ഡ്രസ് കണ്ട പിടിച്ച ഇത് കണ്ട. എന്റെ ഡ്രസ് പഴയതാണ്, പുതിയതെന്ന് ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങൾ സാധാരണ വാഷ് ചെയ്താൽ മതി. ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷ് ഒന്നും ചെയ്യണ്ട. ഇത് 2-3 പ്രാവശ്യം ഞാൻ ഉടുത്തതാണ്. അതുകൊണ്ട് ഞാനിപ്പോ പുതിയത് വാങ്ങിക്കാൻ പോവാ. ഡാഡി ഇനി വാങ്ങാൻ പോവാന്ന്. കൊണ്ടുപോകാൻ പറ്റിയാ വാങ്ങിക്കാം. ഡാഡി എനിക്ക് സപ്പോർട്ടാ.
കൺക്ലൂഷൻ എടുക്കാൻ മറന്നുപോയി. എന്തായാലും അടുത്ത വ്ളോഗിൽ ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട് ഫോർ പ്രിയ ആൻഡ് ഡാഡി. ഞാൻ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.